ഇതാണ് വീടിന്റെ അവസ്ഥ അല്ലേ? അയ്യോ, ഇതാണോ ബാത്റൂം? ഇവരൊക്കെ എങ്ങനെ? ഇതാണ് ഇവര് ഉപയോഗിക്കുന്ന ബാത്റൂം. അങ്ങനെ എന്നാ പറ്റിയടാ? നിന്റെ കാര്യങ്ങളൊക്കെ കേട്ടു, ഭയങ്കര പ്രയാസത്തിലാന്ന് അറിഞ്ഞു കേട്ടോ. അയ്യോ, ഇതാണോടാ നിന്റെ വീടിന്റെ അവസ്ഥ? അതായത് അടയ്ക്കാൻ ഒരു വാതില് പോലും ഇല്ലാത്ത വീട്, തുണി കൊണ്ട് അടയ്ക്കുന്ന ഒരു വീട്. ഇതാണ് വീടിന്റെ അവസ്ഥ അല്ലേ? സ്കൂളിൽ കളിയാക്കുവാണ് പിള്ളേര് ഈ വീട് കണ്ടിട്ട്. കൂട്ടുകാരെ, കൊച്ചിന് വിഷമാവോ? തൃശ്ശൂർ ജില്ലയിലാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. ഈ കൊച്ചിൻ എന്നെ ഒരു വീഡിയോ അയച്ചു തന്ന് കൊച്ചു പറഞ്ഞു, അച്ചാച്ച ഞങ്ങളെ ഒന്ന് കാണാൻ വരുന്നില്ല. കുറേ പ്രാവശ്യം മെസ്സേജ് അയച്ചു, വീടില്ല കാര്യങ്ങളില്ല. പക്ഷെ ഞാൻ വന്നപ്പോൾ ഇത്ര അവസ്ഥ മോശമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതാണ് അവസ്ഥ. നിങ്ങൾ ചിന്തിച്ചോണം. ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ നോക്കിക്കോണം. ഇതാണ് വീട്. ഇത് വീടെന്നൊന്നും പറയത്തില്ല, ചുമ്മാ ഒരു ഷെഡ്. ഈ വീട് നമുക്ക് ഇവരെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ, അത് ഏത് ജില്ലയിലായാലും കേരളത്തിന്റെ ഏത് ഭാഗത്തായാലും അച്ഛനെ ഓടി വന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ എന്തിനാന്ന്. ഈ കൊച്ചിന്റെ അവസ്ഥ കണ്ടു, കൊച്ചു ഭയങ്കര വിഷമം അല്ല മോനെ? പാചകം ചെയ്യുന്ന പോലും എങ്ങനെയാന്ന് എനിക്കറിയില്ല. അതാണ് ഈ വീടിന്റെ അവസ്ഥ. ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത അവസ്ഥയെന്ന് അറിഞ്ഞു. അതുപോലെ തന്നെ മോനാണെങ്കിൽ പഠിക്കാൻ പോലും പറ്റുന്നില്ല, കാരണം മെഴുകുതിരി രാത്രി, കാരണം വെട്ടയില്ല. എഴുതി വരുന്നത് എന്താണ്, കുട്ടി കിടക്കണതിന്റെ എവിടെയാണ്. ഞാൻ അവർക്ക് അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു. ഒരു മാടം അങ്ങോട്ട് ഉണ്ട്, വെയിലും പാമ്പും എപ്പോഴും ഉണ്ടാവും. പാമ്പും ഉണ്ട് അല്ലേ? കുറെ പകല് ഞങ്ങൾ ഇതാ വെയില് വന്ന ഞങ്ങള് എന്റെ കുട്ടിക്ക് അതിനാണ് ഞങ്ങൾ അവിടെ പന്തല് പോലെ ഇട്ടുണ്ട്. എന്റെ മോനെ ഒരു വീട്ടിൽ പോയിട്ടിരിക്കില്ല. അവിടെ പോയിട്ടാണ് അവന്റെ അച്ഛവന് കെട്ടി കൊടുത്ത പന്തല് പോലെ അവിടെ ഇരുന്നിട്ടാണ് അവൻ എന്തേലും കഴിക്കുക എന്തേലും ചെയ്യാം. ഇത് ചൂടെടുത്ത് എങ്ങനെയല്ല അതിന്റെ അവസ്ഥ. ഞാൻ തന്നെ വേർക്കുവാണ് ഇവിടെ ഇരുന്നിട്ട്. വെയില് കമ്മിയാണ്, ഇതല്ല അതിന്റെ അവസ്ഥ. പിന്നെ മഴ വന്നത് തൂങ്ങിയിട്ട് ഉറക്കാനൊന്നും പറ്റില്ല, നീച്ചിരിക്കണം. ഞങ്ങൾ വെള്ളം കൂടി വീണ ആകെ ഒരു ജാതി സൗണ്ടാണ്. അപ്പൊ നിങ്ങൾ ബാത്റൂം ഒക്കെ എവിടെയാ പോകുന്നത്? ഏത്? അയ്യോ, ഇതാണോ ബാത്റൂം? ഇവരൊക്കെ എങ്ങനെ? ഇതാണ് ഇവര് ഉപയോഗിക്കുന്ന ബാത്റൂം. നിങ്ങൾ ഓർത്തോണം, ഈ അവസ്ഥയിലാണ് ഇവർ. ഇതിന് ബാത്റൂം ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം മറിച്ച് ഈ കൊച്ചും ഈ അമ്മയും അതുപോലെ തന്നെ അച്ഛനും എല്ലാം പോകുന്നത്. അച്ഛനാണ് വെറും 40 രൂപയ്ക്ക് തെങ്ങേറ്റത്തിന് പോവാണ്. അതാണ് അച്ഛന്റെ അവസ്ഥ. ആ കാശ് കൊണ്ട് ഇവരെങ്ങനെ ജീവിക്കും? ഇവരുടെ ജീവിതം എന്തായിരിക്കും? ഇപ്പൊ മോന് സ്കൂളിൽ നിന്നാണ് ഇത്ര ദിവസം ഭക്ഷണം കിട്ടിയത്, ഉച്ച ഭക്ഷണം. ഇപ്പൊ പിന്നെ 2 മാസം അവര് ഫുഡ് ഇല്ല. ഇത്രയും ദിവസം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന മോന്റെ സ്കൂളിൽ നിന്നാണ്. ഇപ്പം മോന് വെക്കേഷനായി, അറിയാലോ, നമ്മളെ സ്കൂളുകളൊക്കെ അടച്ചു. ഇപ്പം ഫുഡ് കഴിക്കാൻ അതും നിവൃത്തിയില്ല. അങ്ങനെയാണ് ഈ ഫാമിലി താമസിക്കുന്നത്. നിങ്ങളെ വഴിയിട്ട് പോകാനല്ല, നിങ്ങൾക്ക് വീടിൻ്റെ ഒരു ധനസഹായവും തന്ന് നിങ്ങൾക്ക് ചിലവിനുള്ള കാശും തരുവാണ്. നിങ്ങൾക്ക് ഇത് വീടിൻ്റെ ധനസഹായമാണ്. അതായത് നിങ്ങൾക്ക് ഇത് വെച്ച് കാര്യങ്ങൾ നടത്തുക. കൂടാതെ നിങ്ങൾക്ക് വീട്ടിൽ ചിലവിനുള്ള കാശും ഞാൻ തരുവാണ്. കൂടാതെ എൻ്റെ പൊന്നുമോൻ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു, സൈക്കിൾ വേണമെന്ന്. അച്ഛൻ അത് ചെയ്ത് തരും കേട്ടോ. നമുക്ക് സൈക്കിളും മേടിച്ചിട്ടേ പോവുള്ളൂ. വാ മോനെ, വണ്ടി കയറിക്കോ വെച്ചു. സന്തോഷമായിട്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ ഈ പഴയത് വെച്ചിട്ട് ഓടിച്ചു വിട്ടിരുന്നു. ഈ 12 കൊല്ലത്തിന് നല്ലൊരു സന്തോഷമായി സാറിത് എനിക്ക് വാങ്ങിച്ചത്. കുട്ടിക്ക് ഇതൊന്നും കിട്ടുന്നു കാലത്തിന് നീച്ച വഴിയും കൂടി ഞാൻ വിചാരിച്ചിട്ടില്ല. എല്ലാം കിട്ടിയില്ലേ? എല്ലാം കിട്ടി. അതാണ് പറഞ്ഞത്, കേരളത്തിൽ എവിടെ ആർക്ക് ബുദ്ധിമുട്ടോ, ഏത് കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛൻ അവിടെ എത്തിയിരിക്കും. അതിൻ്റെ ഉറപ്പാണ്. അപ്പോൾ മോൻ ഹാപ്പിയായി. അച്ഛൻ ഇനി പൊക്കോട്ടെ. ഓക്കെ, ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ. അച്ചായൻസ് കോൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ചോദ്യം വർദ്ധിച്ചത്.